ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതും നമുക്കെല്ലാവർക്കും ഒരു ആശ്ചര്യമായി മാറിയതും ഒറ്റയടിക്ക് ഒരൊറ്റ പോസ്റ്റിലൂടെ ഒരാൾക്ക് ഒരുപാട് ഹേറ്റ് വരുന്നത് തന്നെയാണ്. പേളിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. CJPയെ പിന്തുണയ്ക്കാതെയും അവരോട് വീട്ടിൽ പോകാനും വളരെയധികം സമാധാനത്തോടെ കഴിയാനും ആവശ്യപ്പെട്ട പേളിയുടെ പോസ്റ്റ് തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ പ്രചരിപ്പിക്കുകയും അതുപോലെ അത് പിന്നീട് പേളിയെ മോശം രീതിയിൽ വരെ എത്തിക്കുകയും ചെയ്തു. അത് കാരണം പേളിക്ക് നഷ്ടമായത് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷത്തോളം ആരാധകരെയാണ് എന്ന് പറയാം. പേളിയെ ഫോളോ ചെയ്തിരുന്ന 3 ലക്ഷത്തോളം ആളുകൾ അൺഫോളോ ചെയ്തത് ഇപ്പോൾ സഹിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകുന്നു. അത് പേളിയുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. പേളി, സമാധാനമാണ് നമുക്ക് വലുത്, നിങ്ങൾ അതിനപ്പുറം ഒന്നും ചിന്തിക്കരുത്, നിങ്ങൾ വളരെയധികം കാര്യമായി തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞെത്തിയപ്പോഴേക്കും അതിനെ തെറ്റിദ്ധരിക്കപ്പെടുകയും സംഘിയാണോ എന്ന് ചോദിക്കുകയും BJP പിന്തുണയിലൂടെ പൈസ വാങ്ങിയാണ് പേളി ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്തിന്, പേളിയുടെ 2 മക്കളായ നിലു ബേബിയും നിത്താരയും പോലും കുറ്റം പറയുന്ന രീതിയിലും ആ കുട്ടികളുടെ പേര് പോലും വലിച്ചിഴക്കപ്പെടുന്ന രീതിയിലുമൊക്കെ ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതോടെ പേളി വളരെയധികം വികാരഭരിതയായി റിയാക്ട് ചെയ്തു. അക്കൂട്ടത്തിൽ പേളിയെ കുറ്റം പറഞ്ഞ സംവിധായകൻ സിബി മലയാലിന്റെ മകനെയും പേളി കുറ്റപ്പെടുത്തി. ഇതോടെ സിബി മലയാലാണ് ഇത് ചെയ്തതെന്നുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടി അവിടെ വന്നു. ഇതോടെ വിഷയമാകെ വൈറലാക്കുകയും ചെയ്തു. എല്ലാവരും പേളിക്കെതിരെ മാറി. സിബി മലയാലിനെ പോലൊരു വ്യക്തിയെ ഇത്രയും അധികം നന്നായി തന്നെ ലെജൻഡായി വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പേളിക്ക് ഇങ്ങനെ സംസാരിക്കാനായത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത്രയും നാളും പേളി ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇത് പൈസ വാങ്ങിയാണ് പേളി ഇത് ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. യൂത്തിനെ പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്, എന്നാൽ പേളി അത് ചെയ്തില്ല. അത് മാത്രമല്ല, സിബി മലയാലിനെ അടക്കം കുറ്റം പറയുകയും ചെയ്തു. പ്രേക്ഷകരടക്കം ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുകയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാനും പറ്റുന്നുണ്ട്. എന്നാൽ പേളിയോടുള്ള പ്രീതി പ്രേക്ഷകർക്ക് കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഡൽഹി നടക്കുന്ന പ്രൊട്ടസ്റ്റ് അവസാനിച്ച് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതായി തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പേളിക്കെതിരെയുള്ള വലിയൊരു ഹേറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഏകദേശം ഈ പറഞ്ഞതുപോലെ 3 ലക്ഷത്തോളം ആളുകളാണ് അൺഫോളോ ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്ന ഒരു രംഗത്ത് ഇത്രമധികം ആളുകളാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുകയും പേളിയെ കുറ്റപ്പെടുത്തിയും എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.